ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമേരിക്കൻ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളൊരു ഉത്സവം കാണാൻ പോവാണ്. എന്താ നിങ്ങൾ ഞെട്ടിയോ? അതെ, നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെ തന്നെ അമേരിക്കയിലെ ഒരു ഉത്സവം നമ്മൾ കൂടാൻ പോവാണ്. അപ്പോൾ ഈ ഉത്സവത്തിൽ കൊടിയേറ്റമുണ്ട്, കഥകളി, ഭരതനാട്യം, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് സന്യാസിമാരുടെ പ്രഭാഷണം. അങ്ങനെ നാട്ടിലുള്ള ഉത്സവത്തിൻ്റെ ഉള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, നമ്മുടെ നോട്ടീസ് ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ എനിക്കിതൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് അമേരിക്കയിൽ വന്നിട്ട് നാട്ടിലൊക്കെ ഒരു ഉത്സവം കൂടുക. അപ്പം നമ്മുടെ പിള്ളേർക്കാണെങ്കിലും നാട്ടിലെ ഉത്സവത്തിൻ്റെ ഒരു ഫീല് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വരാം. നമ്മുടെ ഉത്സവ നഗരിയിലോട്ട് നമുക്ക് ഏതാണ്ട് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. വിൻസർസേലം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ്, ആ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ ഐറ്റംസും, എല്ലാ പരിപാടികളും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പരിപാടിയുണ്ട് ഉത്സവത്തിന്. ശ്രീജയുടെ തിരുവാതിരകളി, അമ്മുവിൻ്റെ മാളുവിൻ്റെ പൊസഷൻ്റെ കൂടെ അവരുണ്ട്. അപ്പോൾ അവരും എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഹലോ അമ്മു, മാളു, എക്സൈറ്റഡ് ആണോ ഉത്സവം കൂടാൻ? ഓക്കെ, ശരി, നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. പിള്ളേരെ, നിങ്ങൾ നാട്ടിലെ ഉത്സവം വല്ലതും കൂടിയിട്ടുണ്ടോ? ഓ, എവിടുത്തെ ഉത്സവം? അമ്മ കൂടിയിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ എന്തെങ്കിലും? ഉത്സവത്തിന് എന്താ ചെയ്യണേ? നാട്ടിലെ ഉത്സവത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത് ആനയും പഞ്ചാരിമേളവും ഗാനമേളയും കഥകളിയും എല്ലാമാണ്. അപ്പൊ ഇവിടെയും അതെല്ലാം ഉണ്ട്. എനിക്കൊന്നും ആന ഉണ്ടാവില്ല, അതൊഴിച്ചുള്ള ബാക്കി എല്ലാ ഐറ്റംസും നമുക്കിവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് നമ്മളെല്ലാവരും. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. ഇപ്പൊ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോയിട്ട് ചെക്ക് ഇൻ ചെയ്ത് വെൽക്കം കിറ്റ് എല്ലാം മേടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് കൺവെൻഷൻ സെന്ററിലോട്ട് പോയത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാലുള്ള വ്യൂ. ഭയങ്കര സൂപ്പറാണല്ലേ. ടി വിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ ഫുള്ള് ബിസിയാണ്. അപ്പം നമുക്ക് ടി വി കാണാനുള്ള സമയമൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ റൂം, ഫുൾ സെറ്റാണ്. ഇപ്പോൾ 3 ദിവസം ഇവിടെ അടിച്ച് പൊളിക്കുക, ഉത്സവം കൂടുക, തിരിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോവുക. അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ നമ്മുടെ ഉത്സവം നടക്കുന്ന കൺവെൻഷൻ സെൻറ്റർ നമ്മൾ ഈ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ജസ്റ്റ് മുമ്പിൽ തന്നെയാണ്. അമ്മു, എങ്ങനെയുണ്ട്? ചായയൊക്കെ അടിപൊളിയാണോ?
എന്താ കഴിക്കാൻ കിട്ടേ? അട കഴിച്ചോ? അട അട കഴിച്ചോ? അമ്മ ഫുഡ് കഴിച്ചോ? അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം എല്ലാം കഴിഞ്ഞു, തിരുവാതിരകളി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ തിരുവാതിരകളി കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഉത്സവം ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. May I request Chief Guest Swami Chidananda Puri ji to please come forward. Guru Sakshat Param Brahma Tasmai Shri Gurave Namaha. ോടൊപ്പം തന്നെ അപ്പൊ നമ്മൾ വിചാരിക്കരുത് നമ്മൾ നല്ലൊരു ലോകത്തായിരിക്കണം, നമുക്ക് കുറച്ച് ജോലി. ഒരു കൺവെൻഷൻ. പൊറോട്ടയാണോ? അതെ, അധികം കഴിക്കണ്ട കേട്ടോ. ഓക്കെ. ഡിന്നറെല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വരൂപത്തിന്റെ അപ്രതീക്ഷിതമായ ആക്രമണം എങ്ങനെ? ഇതിനു പിന്നിൽ തിരുവിതാംകൂറെങ്ങാനും ഉണ്ടാവണം മഹാരാജൻ, ഉണ്ടാവണം. പെരുമ്പടപ്പ സ്വരൂപവുമായി നാം അടുത്തത് തിരുവിതാംകൂറിന് അനിഷ്ടമായി എന്നാണ് അറിവ്. ആദ്യത്തെ ദിവസത്തെ ഉത്സവം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മമാളൊക്കെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഉത്സവമെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്, രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് കഴിയത്തുള്ളൂ. ഞങ്ങൾ കഥകളി കാണാൻ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന പോകുന്നത്. കഥകളി ഇവിടെ മേക്കപ്പൊക്കെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. മിക്കവാറും നാട്ടിലെ പോലെ വിരിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന തോന്നുന്നത്. എന്തായാലും കഥകളി കണ്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. പെട്ടെന്ന് കഥകളി കണ്ടപ്പോൾ പണ്ടത്തെ നാട്ടിലെ ഉത്സവവും കഥകളിയെല്ലാം ഓർമ്മ വന്നു. നാട്ടിലെല്ലാ കൊല്ലം ഉത്സവത്തിന് 2 ദിവസം കഥകളി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉത്സവം കൂടിയിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ ഇവിടെ വന്ന് ഈ ഉത്സവം കൂടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതെ അതെ ഗെയ്സ്. അപ്പൊ ഞങ്ങള് കഥകളിയെല്ലാം അടിപൊളിയായിട്ട് കണ്ടു. ദുര്യോധനവധം സൂപ്പർ. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങള് കഥകളി കാണുന്നത്. അപ്പൊ എന്തായാലും മന്ത്രയ്ക്ക് താങ്ക്സ്. നാടകവും കഥകളിയും പഞ്ചാരി മേളമൊക്കെ ആയിട്ട് ആദ്യത്തെ ദിവസം ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പോൾ 2ാം ദിവസത്തെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.